റഫീഖ് എന്ന് പറയുന്ന വ്യക്തി ജനിച്ചത് ചൊക്ലി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടെ നിന്നും ഇന്നിപ്പോൾ അറിയപ്പെടുന്ന ഇത്രയും വലിയ കോടീശ്വരനായത് എങ്ങനെ, എവിടെ നിന്ന്, ആ ഒരു യാത്ര? കോടീശ്വരനൊന്നും ആയിട്ടില്ല ആദ്യം പറയാം. ഞാനൊരു ബിസിനസ്സുകാരനായി മാറി. ചൊക്ലി ഞാൻ പഠിത്തത്തിനൊക്കെ വളരെ മോശമായിരുന്നു. മോശം എന്ന് മാത്രമല്ല, പഠിച്ചിട്ടില്ല എന്ന് വേണ്ടി പറയാം. 10ാം ക്ലാസ് പരാജയപ്പെട്ടു. 10ാം ക്ലാസ് പരാജയപ്പെട്ട് നിങ്ങൾ ചോദിക്കപ്പോൾ 9ാം ക്ലാസ് വരെ വിജയിച്ചില്ലേ? അത് ചാക്കീരി അഹമ്മദ് കുട്ടി ചെയ്തൊരു പണിയാണ്. അന്ന് 1970-80 കാലഘട്ടം. അന്ന് ചാക്കീരി പാസ് ഒരു പാസ് ഉണ്ട്. ചാക്കീരി പാസ് അന്ന് എന്ത് വിദ്യാഭ്യാസ വകുപ്പ് ചാക്കീരി അഹമ്മദ് കുട്ടിയായിരുന്നു. ആ ഗവൺമെൻറ് കൊണ്ടുവന്ന ഇതാണ് 10% ആളുകളെ മാത്രമേ തോൽപ്പിക്കാൻ പാടുള്ളൂ ഒരു ക്ലാസ്സിൽ. അപ്പോൾ 50 കുട്ടികളുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ 5 പേരെ മാത്രമേ സെയിം ക്ലാസ് ഇരുത്താൻ പാടുള്ളൂ. ബാക്കി 45 പേരെയും കയറ്റി വിടണം. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചില്ലെങ്കിലും നമ്മളാക്കാൻ ഉറപ്പന്മാർ 5 പേരുണ്ടാവും. അതുകൊണ്ട് നമ്മൾ തനിയെ കയറിപ്പോയി. അങ്ങനെ 9 പേരെ കയറിപ്പോയി എന്നല്ലാതെ പഠിച്ചു ജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. പഠിത്തത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പം മുതലേ എങ്ങനെ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അഭിനയിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമായിരുന്നു. അത്രയും ചെറുപ്പത്തിൽ മുതലേ ഞാൻ പറയും, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തന്നെ മറ്റേ കൂടെ പോലെ ആടോ പശുവോ ഉണ്ടാവും. പോകുന്ന വഴിക്ക് കെട്ടിയിട്ട് ക്ലാസ്സിലേക്ക് പോകും. ഉച്ചക്ക് 1 മണിക്ക് വരുമ്പോൾ അതിനൊന്ന് മാറ്റി കെട്ടും. വൈകിട്ട് 4 മണിക്ക് വരുമ്പോൾ അഴിച്ചു കൊണ്ടുവരും. പിന്നെ കപ്പ നടുക. അങ്ങനത്തിനോടാ കൂടുതൽ താല്പര്യം. ഇപ്പൊ ആ സാറുമാർ പഠിപ്പിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ വെള്ളം ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാ, ഒരു കടയിൽ പോയിട്ട് തൊട്ടി ഞങ്ങൾ നാട്ടിൽ പറയാം, തൊട്ടിയും കാറും വാങ്ങിക്കുക, അതിന്റെ പിടിയിൽ കാറ് കിട്ടുക, കിണറ്റിലേക്ക് ഇടുക, ആണ് വെള്ളം കിട്ടുന്നത്. ഏതാണ്ട് H2O 2H2O എന്നോ 2 ഹൈഡ്രജൻ ഓക്സിജൻ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ വെള്ളം ഉണ്ടാകുന്ന ഇങ്ങനെയാണല്ലോ. അപ്പൊ അത്തരം ചിന്താഗതിയാണ് എനിക്ക് പണ്ട് മുതലേ പഠിക്കുമ്പോൾ എനിക്ക് തോന്നും, ഈ മുഗളന്മാരുടെ ഭരണപരിഷ്കാരവും അക്ബറിന്റെ മതവും ടിപ്പുവിന്റെ പടയോട്ടൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്ത് കാര്യം? ഒരു വെണ്ടയുടെ വിത്ത് നട്ടാൽ എത്ര മാസം കൊണ്ട് വെണ്ടയ്ക്ക പറിക്കാൻ പറ്റും? ഇത്തരം കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത പല കാര്യമാണ്. അത് ശരിയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, ശരിയാണെന്ന് പറയില്ല. അത്തരം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും സാറിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ വെള്ളരിക്ക ചീഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ സാറിന് അറിയില്ല പറയാൻ. അവസാനം ഇപ്പോൾ സ്കൂളിലേ പോകാത്ത പാടത്ത് പണിയെടുക്കുന്ന, പാടത്ത് ഞങ്ങളുടെ നാട്ടിൽ വയലെന്നാ പറയുക, വയലിൽ പണിയെടുക്കുന്ന കുമാരേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ നനഞ്ഞ മണ്ണാകുമ്പോൾ ചീത്തയാവും, നീ ഒരു ഇല അടിയിൽ വെച്ചിട്ട് അത് കായ്ച്ച് വലുതാകുമ്പോൾ ഒരു ഇല അടി വെച്ച് കൊടുത്താൽ മതി. എനിക്ക് ഉപകാരപ്പെട്ട കാര്യം പറഞ്ഞത് അദ്ദേഹമാണ്. അപ്പം അത്തരം ചിന്താഗതിയില്ല. പഠിക്കണം താല്പര്യമില്ല, അത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. രീതി അങ്ങനെയായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും കൃഷിയോടും ഇതിനോടൊക്കെ താല്പര്യം തോന്നാൻ അങ്ങനത്തെ ഒരു ഫാമിലിയിലായിരുന്നു ഇക്കയുടെ ജനനമൊക്കെ? രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമായിരുന്നു. ഫാദറിന് ആലുവയിലൊരു കച്ചവടം ഉണ്ടായിരുന്നു. അതിന് വലിയൊരു ബിസിനസ് ഒന്നുമല്ല, അതിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ഞങ്ങൾ 5 മക്കളെയും വളർത്താൻ പാടുപെടുന്ന ഉമ്മ. അവരെ കണ്ട് ഒരു പശുവിനെ വളർത്തിയിട്ടാണ്, പശുവിനെയും കൂടെ വളർത്തുന്നുണ്ട് ഉമ്മ. കാരണം വാപ്പ കൊടുക്കുന്ന പൈസക്കാണ് എക്സ്ട്രാ എന്തെങ്കിലും പൈസ വേണമെങ്കിൽ ഇതാണ്. അതിൽ 1 ഗ്ലാസ് പാല് വീട്ടിലേക്ക് മാറ്റി വെച്ച് ബാക്കി പാല് വിറ്റാണ് പൈസ ഉണ്ടാക്കുന്നത്. ഈ പൈസ തികഞ്ഞില്ലെങ്കിൽ ആ ഗ്ലാസും കൂടെ വിൽക്കും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സ്നേഹനിധിയായ ഒരു ഉമ്മയുടെ 5 മക്കളിൽ ഞാൻ മൂന്നാമത്തെ സെൻട്രാണ്. എനിക്ക് ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠത്തിയുണ്ട്, അനുജനുണ്ട്, അനിയത്തിയുണ്ട്. നമ്മുടെ നടുക്കാണ്. ഓക്കെ. അപ്പൊ നടുവിൽ നിന്നവൻ ഇങ്ങനെ കേമനാവുമെന്ന് ഉമ്മയൊന്നും ഇത്രയ്ക്കും കേമനാവുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാനങ്ങനെ അത്രമാത്രം ക്യാമറൊന്നും ആയിട്ടില്ല. വളരെ സന്തോഷം. ഇല്ല, ഞാൻ ശരിക്കും ആ 5 മക്കളിൽ ഒരു വിവരം കുറഞ്ഞവനാണ്, പഠിക്കാത്തവൻ, അറിവില്ലാത്തവൻ. അങ്ങനെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ളതും. അത് അവിടെയും സമൂഹത്തിലൊക്കെ വലിയ കഴിവൊന്നും ഇല്ലാത്ത ഒരാളാണ്. 10 വരെ അങ്ങോട്ട് പോകട്ടെ, 10 വരെ പോകുന്നത് തന്നെ പറയാം, ഈ ചാക്കിരി പാസ് കൊണ്ട് പോയതാണ്. അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് ഒക്കെ പോയിക്കോട്ടെ. ജ്യേഷ്ഠൻ നന്നായിട്ട് പഠിക്കും. ജ്യേഷ്ഠൻ അന്ന് ഡിസ്റ്റിങ്ഷനിൽ പാസ്സായ. അപ്പം എനിക്ക് 100 വയസ്സ് കിട്ടിയിട്ടില്ല, 210 പാസ് മാർക്ക്, 100 കിട്ടിയിട്ടില്ല. പുള്ളി 520 മറ്റാണ് ഡിസ്റ്റിങ്ഷൻ. അങ്ങനെയൊക്കെ മാർക്കുമായിട്ടൊക്കെ പാസ്സായ ആളാണ്. അപ്പം അദ്ദേഹം പഠിക്കട്ടെ, ഞാൻ ജോലിക്ക് പോകാം. അങ്ങനെയാണ് ആലുവയിലെന്ന് പാപ്പാക്ക് കച്ചവടമുണ്ട്. ആ ചെറിയ കച്ചവടത്തിലേക്ക് സഹായിക്കാൻ വേണ്ടി ഞാൻ എത്തിയതാണ്. ഒരു 15 വയസ്സ്. ഓക്കെ, 15 വയസ്സ്. അതായത് 10ാം ക്ലാസ് തോറ്റോ ഇല്ലയോ നോക്കിയൊന്നുമില്ല. 10ാം ക്ലാസ് ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് 4 മണി ട്രെയിനിന് അങ്ങോട്ട് പോകും. 3.5 മണിക്ക് നേരത്തെ തന്നെ എഴുതാൻ, പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ കടമ നിർവഹിക്കാൻ വേണ്ടി പോകുന്നതാണ്. 4 മണി കഴിഞ്ഞിട്ട് പരീക്ഷ. ഞാൻ 3:30 തന്നെ കഴിഞ്ഞ് വേറെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറിയപ്പം
മനസ്സിൽ ഉള്ളില് ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും മൊത്തം വെണ്ടയ്ക്കയും പടവലങ്ങയും വെള്ളരിക്കയുമാണ് മനസ്സിൽ. അപ്പൊ അന്ന് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറുമ്പോൾ മുമ്പിൽ കണ്ടിരുന്നത് എന്തായിരുന്നു? എൻ്റെ തിരിച്ചുള്ള വരവിൽ ഞാൻ നാളെ എറണാകുളം, കൊച്ചി, ആലുവയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമ്പാദിച്ചിട്ട് വരാം. അന്നേ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ അന്ന് അവിടുന്ന് വണ്ടി കയറിയത്? വാപ്പാടെ സഹായിക്കാനാണ് വരുന്നത്. അത്ര വലിയ വിവരവും കാര്യമില്ല. എന്നാൽ പൈസ ഉണ്ടാക്കണം. പിന്നെ അന്ന് ഷൂട്ട് ഒരു കലയോട് സ്നേഹം അന്ന് അഭിനയിക്കാൻ. അഭിനയം അറിയുകയും ചെയ്യില്ലെങ്കിലും അഭിനയിക്കണം. എന്തായാലും ഒരു ബുദ്ധി എനിക്കുണ്ട്. കാരണം 10ാം ക്ലാസ് നിർത്തിയിട്ട് വരുന്ന എനിക്ക് ഡോക്ടറോ എഞ്ചിനീയറോ കലക്ടറോ ആയിട്ട് അറിയപ്പെടാൻ പറ്റില്ല. ഒന്ന് അഭിനയിച്ചിട്ടെങ്കിലും 4 ആൾ മുൻപിൽ അറിയപ്പെടുന്ന ഒരാളായി മാറണം ഒരാഗ്രഹം എല്ലാവർക്കും ഉള്ളവർ എനിക്കുണ്ട്. അതിനിപ്പോൾ ഏക വഴി അഭിനയം മാത്രമേ ഉള്ളൂ. പിന്നെ അന്നൊക്കെ ഷൂട്ട് നടക്കുക അധികം ആലുവ ആ ഭാഗത്താണ് ഷൂട്ട് നടക്കുക. അങ്ങനെ ഒരു ഹിഡൻ അജണ്ട എന്റെ മനസ്സിലുള്ളിലുണ്ട്. വണ്ടി കയറിയപ്പോ അച്ഛനെ സഹായിക്കാൻ എന്നുള്ളത് അവിടെ ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ സിനിമാമോഹമാണ്. അന്ന് ഈ ഓഡീഷൻ ഒന്നും ഇല്ലല്ലോ. സെറ്റിൽ പോവും, ചാൻസ് ചോദിക്കും, അവർ പറഞ്ഞു വിടും, തിരിച്ചു പോരും. അങ്ങനെ കുറെ കാലം ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. പിന്നെ ആ ചിന്തയൊക്കെ അങ്ങോട്ട് പോയി, പ്രാരാബ്ധമായി. ജീവിക്കാൻ ബുദ്ധിമുട്ട്, വളരെ ജീവിത സാഹചര്യം വളരെ മോശമാണ്. ഈ മറ്റേ ഏതെങ്കിലും ഒരു മുറിയിലൊക്കെ ചോദിച്ച് താമസിക്കും. ആ കൂടി 19 പേര് താമസിക്കുന്ന മുറികളിൽ 2 ബാത്റൂമേ ഉണ്ടാവും. അന്നേരേക്കുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് കാലത്ത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഒരു ക്യൂ ഒരു 10-15 കിട്ടണം. ചിലപ്പോൾ അതിനേക്കാളും പുറകിലേക്ക് പോകും. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് വലിയ മോഹങ്ങളൊന്നും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ സിനിമാ മോഹമൊക്കെ വിട്ടു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെയാണ്. അന്നേരം നമ്മളൊന്നും ചിന്തിക്കണ്ടല്ലോ. നമുക്ക് നേരത്തിന് വീട്ടിൽ പോകുമ്പോൾ കുറച്ചാണെങ്കിലും ഭക്ഷണം കിട്ടുന്നുണ്ട്. അപ്പോഴാണ് ചിന്തകളൊക്കെ, ഇവിടുന്ന ചിന്തകളൊക്കെ പോയി. ജീവിതം കഷ്ടപ്പാടും ദുരിതമായി, വേണ്ടായിരുന്നു, പഠിക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയ ഒരുപാട് സമയങ്ങളുണ്ട്. പിന്നെ തോന്നിയിട്ടുണ്ട്. കാരണം പഠിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും ഈ 10ാം ക്ലാസ് എത്തിയിട്ട് ഇവിടുന്ന് കടക്കണം എന്നുള്ള എന്താണ്. പിന്നെ ഇവിടെ എത്തിയുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഓർത്തപ്പോൾ പഠിക്കായിരുന്നു. പിന്നെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ പഠിക്കുന്ന കാണുമ്പോഴും അങ്ങനെ ഒരുപാട് മോഹങ്ങളും ഈ പ്രണയവും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത്തരം കാലത്ത് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. അന്ന് ഞാൻ 15 വയസ്സായിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ 35-40 വയസ്സുള്ളവരാണ്. ഈ ഹോട്ടൽ ജോലിക്കാർ, അങ്ങനെ പലയിടത്തും ജോലി ചെയ്യുന്ന ആൾ. എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾ, ആ പ്രായത്തിലുള്ള. ഇന്ന് തിരിച്ചാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കളൊക്കെ 24-25 വയസ്സുള്ളവരാണ്. ഞാൻ യങ്ങാകാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ സുഹൃത്തുക്കളൊക്കെ യങ്സ്റ്റേഴ്സിനെയാണ് ഇപ്പോൾ എല്ലാം. എൻ്റെ ജിമ്മിലായാലും എവിടെയായാലും ചെറുപ്പക്കാർ. കല്യാണം ഇപ്പം ഞാൻ അധികം കല്യാണങ്ങൾക്ക് പോകുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിൻ്റെ പോകുന്നത്. ആ വൈബിലേക്ക് ഞാൻ പോയി. പണ്ട് നേടിയെടുക്കാൻ പറ്റാത്തൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചും കൊതിച്ചും വെച്ചിരുന്ന പല കാര്യങ്ങളുമാണ് ഇന്നിപ്പോൾ ഇക്ക ലൈഫിലൂടെ നേടാനായിട്ട് നോക്കുന്നത്. ഉണ്ട്. അന്ന് ഒരിക്കലും നടക്കില്ല എന്നും സ്വപ്നം പോലെ കണ്ടിരുന്നത്. നമ്മൾ പല സ്വപ്നം കാണുമല്ലോ. നടക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ കാണും, ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ കാണും. ഒരേ സ്വപ്നത്തിൽ മാത്രം സംഭവിച്ചാൽ മതി. അത്തരം കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഈ പ്രായത്തിൽ നടക്കുന്നുണ്ട്.